ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഷലോം ടിവിയുടെ ഒരു മനോഹരമായ ചർച്ച, സംവാദങ്ങൾ, ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ പറ്റിയുള്ള, ട്രെൻഡുകളെ പറ്റിയുള്ള യുവജനങ്ങളോട് ഡിസ്കഷൻസ്, സുവിശേഷം ഈ കാലഘട്ടത്തിൽ എങ്ങനെ പ്രഘോഷിക്കാം, എങ്ങനെ ജീവിക്കാം എന്ന ചില മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് ഈ ടേണിംഗ് പോയിന്റിലൂടെ നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. അത് നമ്മെ സഹായിക്കുന്ന നമ്മളൊപ്പോൾ പ്രിയപ്പെട്ട മോസസും ലൊറേറ്റയുമാണ്. മോസസ് ഒരു സിനിമാക്കാരനും ലൊറേറ്റ ഒരു ടീച്ചറായിരുന്നു. ഇപ്പോൾ ഒരു കണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് കുഞ്ഞുണ്ട്, അമേലി. അപ്പോൾ പ്രിയപ്പെട്ട നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ടേണിംഗ് പോയിന്റ് മുമ്പോട്ട് വെക്കുന്നത് വളരെ ഹോട്ടായിട്ടുള്ള, സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സോഷ്യൽ ഈവിളിനെ പറ്റിയാണ്. മറ്റൊന്നുമല്ല, സ്ത്രീധനം. ഞാൻ ഒന്ന് വായിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റ്. ഏകദേശം 5000 സ്ത്രീധന പീഡന കേസുകളും പ്രശ്നങ്ങളും ഒരു വർഷം കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ മാത്രം. ഇന്ത്യയിലാകുമ്പോഴത്തേക്ക് അതൊരു 10,000, 13,000, 15,000 കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണല്ലോ, എല്ലാത്തുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ആത്മഹത്യ കഴിഞ്ഞ 10 മാസം തന്നെ 7 എണ്ണം സംഭവിച്ചു. അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യരാണ് ഇത് സംഭവിക്കപ്പെടുന്നത്. ഭയങ്കര ഒരു ദുരവസ്ഥയാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം സംഭവിക്കപ്പെട്ട 260 മരണങ്ങളാണ്. അതിൽ ആത്മഹത്യയുണ്ട്, കൊലപാതകമുണ്ട്, ഗാർഹിക പീഡനങ്ങൾ എല്ലായിട്ടും ബന്ധപ്പെട്ട മരണങ്ങൾ 260. ഇത് ഭയങ്കര ഭീകരമായ ഒരു സ്റ്റാറ്റിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു പാൻഡമിക് വന്നിട്ട് പോലും ഇത്ര ആൾക്കാരൊക്കെ മരിക്കുക എന്നുള്ളത് പോലും അതിനേക്കാളും ഭീകരമായിട്ട് ഈ ഒരു സോഷ്യൽ ഈവിൾ മൂലം നമ്മൾ എന്തുകൊണ്ട് ടേണിംഗ് പോയിന്റ് ഡിസ്കഷൻ വെക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 1961 60 വർഷം മുമ്പ് തന്നെ ഇന്ത്യ നിയമപരമായിട്ട് ബാൻ ചെയ്തൊരു കാര്യമാണ് സ്ത്രീധനം വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് നിയമപരമായിട്ട് പ്രശ്നമാണെന്നുള്ളത്. എന്നിട്ടും വിവാഹം എന്ന മനോഹരമായൊരു കൂദാശയുടെ പേരിൽ നമ്മൾ തെളിഞ്ഞും മറിഞ്ഞും മറ്റു പല ഓമനപ്പേരുകളിട്ടും ഇത് ഇന്നും ഒരു കസ്റ്റമായിട്ട്, ഒരു അൺബ്രേക്കബിൾ കസ്റ്റമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് യുവതലമുറയ്ക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ ഈ ഒരു എപ്പിസോഡെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു സോഷ്യൽ ഈവിൾ. സാധാരണ ഒരു രാജ്യം വിലക്കിയ സാധനത്തെ സഭയിൽ സൈലൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അതിന് ഭീകരാവസ്ഥയാണ്. കാരണം ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തപ്പോഴും സഭയാണല്ലോ. ഇപ്പോൾ അബോർഷൻ പലയിടത്തും ലീഗലൈസ്ഡ് ആണ് പല രാജ്യങ്ങളിലും. പക്ഷേ അത് കത്തോലിക്ക സഭ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്, അത് തെറ്റാണ്, പാപമാണെന്ന് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലൊക്കെ വളരെ ചുരുക്കമായിട്ട് പിതാക്കന്മാർക്ക് ഒന്നിനു വേണ്ടി കമൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു കോമൺ വേദിയിലൊന്നും ഇത് പക്ഷേ അതൊരു ഈവിളാണെന്ന് അംഗീകരിച്ചുകൊണ്ടായിരിക്കാം. നമുക്ക് നമ്മുടെ ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് യുവജനങ്ങൾ എന്താണ് ഈ സ്ത്രീധനത്തെ പറ്റി, വാങ്ങുന്നതിനെ കൊടുക്കുന്നതിനെ പറ്റി എന്താണ് അവർ ചിന്തിക്കുന്നത്, പറയുന്നത്, അവരുടെ റെസ്പോൺസ് നമുക്കൊന്ന് കണ്ടുകൊണ്ട് തുടങ്ങാം. സ്ത്രീധനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ മോശം അഭിപ്രായമാണ്. ഒരു സ്ത്രീനെ ഒരു കച്ചവട വസ്തു ആക്കുന്ന പോലെയാണ് സ്ത്രീധന ഏർപ്പാട്. നമ്മുടെ യുവജനങ്ങൾ തന്നെ സ്ത്രീധനം വേണ്ടാന്ന് വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സ്ത്രീധനത്തോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. സ്ത്രീധനം ഒരു ധനമാണല്ലോ, അപ്പോൾ അതിന് പുറത്ത് ഇങ്ങനെ സ്ത്രീധനം എന്ന് പറഞ്ഞൊരു ഇത് യോജിക്കുന്നു. ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന എന്നൊരു രീതിക്കായിരുന്നു ഈ സ്ത്രീധനം കാര്യങ്ങൾ തുടങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഇതൊരു നിർബന്ധമാവുകയും പിന്നെ ഒരു അഭിമാന പ്രശ്നമാവുകയും തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ത്രീധനവും പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ ഡൗറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെതിരെ സ്ട്രോങ് ആയിട്ട് നോ പറയാൻ പറ്റും. അപ്പോൾ സ്ത്രീധനം ചോദിച്ചാൽ അഷിക കല്യാണം വേണ്ട എന്ന് തന്നെ വയ്ക്കും. ഞാൻ ഉറപ്പായിട്ടും ആളോട് നോ തന്നെ പറയും. ശരിക്കും ഇതൊരു ഈ നിയമപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. പക്ഷേ ഒത്തിരി നല്ല ടെർമിനോളജികൾ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം സ്റ്റിൽ ഇൻ പ്രാക്ടീസ് അല്ലേ. അതായത് നമ്മൾ പറയുന്നു ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അറിഞ്ഞു കൊടുക്കുക. ഞങ്ങൾ ചോദിക്കത്തുന്നില്ല, നിങ്ങൾ അറിഞ്ഞു തരണം. ഞങ്ങൾക്ക് പെൺകുട്ടിയാണ് ഏറ്റവും വലിയ ധനം, എന്നാലും നിങ്ങൾ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ. ഇങ്ങനെയുള്ള കുറേ മനോഹരമായ ഫ്രേസസുകൾ വെച്ചിട്ടാണല്ലോ ഈ ഒരു ബാർഗെയിനിങ് സെറ്റപ്പ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷത്തോളം ആയല്ലോ. നിങ്ങളുടെ കല്യാണവും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കല്യാണങ്ങളൊക്കെ പല അനുഭവങ്ങളുണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങളതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ ആദ്യത്തെ നിലപാട് തന്നെ വേണ്ട എന്നുള്ളതായിരുന്നു.
Okay. തുടക്കത്തിൽ ഞങ്ങൾ അത്ര ഈസി ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടാന്ന് ഒപ്പിക്കാനായിട്ട്? ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡിസിഷൻ എടുക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ പേജിൽ തന്നെ നിന്നിരുന്നത്. ഓക്കെ. പക്ഷേ അത് ഈ പറഞ്ഞ പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് നമ്മൾ അനുഭവിച്ചൊരു കാര്യം. അവർക്ക് കുറച്ച് ക്ലാരിറ്റി തരാൻ പറ്റുമായിരിക്കും. ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾക്കത് സംസാര വിഷയം പോലും ആയിരുന്നില്ല എന്നുള്ളതാ. നമ്മളുടെ ഇടയിൽ അത് സംസാര വിഷയമായിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു സൊസൈറ്റിയിലാകുമ്പോൾ നമ്മളെ പേരൻസ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ആളുകളെ ഒരു കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. കാരണം അവർക്ക് നമ്മൾ പറയുന്ന എല്ലാം അങ്ങനെ തന്നെ സ്വീകാര്യമാവണമെന്നില്ല. അപ്പം ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയത് ഇതൊരു നോമാണ്. ഏത് നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിൽ പോലും നമ്മൾ ദിവസം കാണാത്തൊരു കാര്യമാണെങ്കിലും ഈ സബ്ജക്ട് വരുമ്പോഴത്തേക്കും ഇത് വേണ്ടേന്ന് എല്ലാവരും പറഞ്ഞു. അയ്യോ ഇത് ഇവര് പോലും അതൊരു കോമൺ. എത്ര കിട്ടും, എത്ര കൊടുത്തു, എത്ര വാങ്ങി, ഇത് അണ്ടർസ്റ്റുഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഒരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. അതെ. അപ്പൊ എനിക്ക് പേഴ്സണലി സ്ത്രീധനം കൊടുക്കുക അല്ലെങ്കിൽ അത് ചോദിക്കുക തുടങ്ങിയ ഒരു കാര്യം, ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നെ ഒരു കൊമോഡിറ്റി ആയിട്ട് ഒരു പ്രൈസ് ടാഗ് ഇട്ട് വെക്കുക എന്നുള്ളത് അതിനേക്കാൾ ഇൻസൾട്ടിങ് ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ 2 ഫാമിലീസോ അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ ഒരുമിച്ച് ഇരുന്ന് ഈ ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുന്നു എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കലും പണം അല്ലെങ്കിൽ സ്ത്രീധനം എന്നുള്ളൊരു അല്ലെങ്കിൽ പണത്തിൻ്റെ വ്യവഹാരത്തെക്കുറിച്ച് അവിടെ സംസാരിക്കേണ്ടതില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലി അതിൽ പൂർണ്ണമായിട്ട് ഞങ്ങളെ പിന്തുണച്ചു ആ ഒരു കാര്യത്തിൽ. എനിക്കൊരു പെൺകുട്ടിയുടെ അനുഭവം എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ എനിക്കും ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അതായത് ഇവർ തമ്മിൽ ചെറുക്കനും പെണ്ണും ഇതുപോലെ സംസാരിച്ചു, ഞങ്ങൾക്ക് ഇത് വേണ്ട. ചെറുക്കൻ്റെ വീട്ടുകാരും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡിലാണ് നിൽക്കുക. അവർ ചിന്തിക്കുന്നില്ല ഇതിനെപ്പറ്റി. അപ്പോഴത്തേക്കാണ് പെണ്ണിൻ്റെ അപ്പൻ ചെറുക്കനോടും അപ്പനോടും ചോദിക്കുന്നത്, നിങ്ങൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതോടെ പെൺകുട്ടി പറയണം. അതോടെ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ ഒരു കമ്മോഡിറ്റി ആയിട്ടും ഒരു പ്രൈസ് ടാഗ് ഇട്ടും എൻ്റെ അപ്പൻ കൊടുക്കാൻ വെച്ചിരിക്കുന്നു എന്നൊരു ചിന്തയിലേക്ക് വരുന്നത് തന്നെ എത്രയോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് റിയാലിറ്റിയാണ്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇപ്പം ചെറുക്കൻ്റെ കൂട്ടർ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെ അതെ, മോശത്തിനൊക്കെ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ അവരുടെ വീട്ടുകാർ വിചാരിച്ചു എന്തോ ഒരു കുറവ്. അതെ. ഇപ്പോ അവർക്ക് വേറൊരു ആസ്പെക്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഒന്നോർത്തണം, നമ്മുടെ കത്തോലിക്ക സഭയിലെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം. നമുക്കത് റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനൊരു ഇവന്റ് നമ്മള് ഡയറക്റ്റ് നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പല പേരൻസിനും ഇപ്പൊ ഇത് നിയമപരമായി നിർത്തലാക്കിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വരുത്തുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാവരും അവെയറാണ്, പേരൻസും അവെയറാണ്. പക്ഷെ അവരെ എന്നിട്ടും ഇത് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക അതിനുവേണ്ടി പണം സ്വരൂപിക്കാനോ ഒക്കെ മുതിരുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ മകളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിക്ക് അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, അതാണ്. അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സൊസൈറ്റിയോ അവരോട് ചോദിക്കുമ്പോൾ അവരൊന്നും കൊടുക്കാതെ ഒരു മകളെ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു അപമാനത്തിന് കാരണമാകും. ടെക്നിക്കൽ ടേമൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, അതാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കുകയോ അല്ലെങ്കിൽ അവളെ വളർത്തി വലുതാക്കുകയോ ചെയ്യുമ്പോൾ പേരൻസിന് ചെയ്യാവുന്നത് അവളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ജോലി ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തം ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഡിസിഷൻസ് മേക്ക് ചെയ്യാനും പ്രാപ്തയായിട്ടൊരു കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ഇത്രയധികം ചെലവ് വരും, എന്താ പറയുക പാർട്ട്ണറിനും അവരുടെ ഫാമിലിയെയും പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര പണം കൊടുക്കേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം മാത്രം ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് വിവാഹം മാത്രം ലക്ഷ്യം വെച്ച് പേരൻസിന്റെ ഒരു അങ്ങനെയാണല്ലോ ഈ ടെർമിനോളജി പോലെ ഉണ്ടാവുന്നത്. അയ്യോ 3 പെൺപിള്ളേർ വീട്ടിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല ഇപ്പൊ കെട്ടിച്ചയക്കുക, ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കുക. അപ്പൊ തന്നെ നമ്മള് സെക്കൻഡറി ആയി നമ്മൾ അതിൽ തന്നെ നമുക്ക് വേറെ ഓൺ ദ അതർ സൈഡ് ഇല്ലല്ലോ. കെട്ടിച്ചോണ്ട് വരിക. നമ്മൾ പശുവിനൊക്കെ മേടിക്കുന്ന ഒരു സ്ലാങ്ങിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സെൽഫ് എസ്റ്റീം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലുള്ള സംസാരം ഉണ്ടാവുമല്ലോ. അയ്യോ എനിക്ക് 2 പെൺപിള്ളേരാണ്, ഞാൻ ഒന്നും സമ്പാദിച്ചില്ല കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ഡീഹ്യൂമനൈസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതെ. അതുമാത്രമല്ല ഒരു കുടുംബത്തെ മൊത്തം നോക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഇപ്പോൾ പല പേരൻസ് ആണെങ്കിലും
ഇപ്പോൾ ഒരു ഗ്രൂമിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര എമൗണ്ട് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർക്കത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരികയും ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടൊക്കെ ഈ സ്ത്രീധനത്തിന്റെ തുക മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഈ കല്യാണം നടത്തി നഷ്ടപ്പെട്ടു പോയാൽ മുടിഞ്ഞു പോയ കുടുംബങ്ങളുണ്ട്. അതെ അതെ ലോൺ എടുത്തും കടം മേടിച്ചും അതിനുശേഷമുള്ള വീട് വിറ്റും അതായത് ഒരു കല്യാണം എത്രയോ മനോഹരമായ കാര്യമാണ്. സ്വർഗത്തിന്റെ നമ്മളങ്ങനെ സ്വർഗത്തിൽ നടക്കുന്ന നമ്മൾ അത്ര ഉന്നതിയിൽ വെച്ചിട്ട് ഒരു കല്യാണം നടത്തി വീട് പിടിഞ്ഞു പോവുക. നമ്മളിപ്പോ അതൊക്കെ പറയുമ്പം കോമഡി അല്ലേ ചേട്ടാ എന്നാണ് തിരിച്ചു പറയുന്നത്. ഇതെല്ലാം റിയാലിറ്റി എന്നാണ് ശരിക്കും ശരിക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ പോലും പറയുന്നത്. ഇതിനൊരു സ്പിരിച്വൽ ആസ്പെക്റ്റോ ഇതൊരു കുടുംബം വേറൊരു രീതിയിൽ ബിൽഡ് ചെയ്യപ്പെടേണ്ട മനോഹരമായിട്ട് കാര്യം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വെറുതെ റൊമാൻറ്റിസൈസ് ചെയ്യണം. ഇതെല്ലാം റിയാലിറ്റി എന്നുള്ളത് അവർ തന്നെ പറയുന്നത്. ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ നമ്മൾ ശരിക്കും ഒരു ദൈവികമായ ഇടങ്ങളിൽ വെച്ച് വൻ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് പറയേണ്ടി വരും. കർത്താവ് പറഞ്ഞ എന്റെ ഭവനം നിങ്ങൾ കച്ചവടക്കാർ ഇടവാക്കി മാറ്റി തരുന്ന പോലെ ഒരു ഇൻഡിക്കേഷൻ അവിടെ വരുന്നില്ലേ? അതായത് വിവാഹം നമ്മൾ പറയുന്നു രണ്ടുപേരും ഒരുമിച്ച് ചേർന്നു, കുടുംബം, ഗാർഹിക സഭ, വൻ ഡയലോഗുകളുടെ ഇടയിൽ കൂടിയാണ് ഈ അടിയിൽ കൂടി ഇങ്ങനെ ലക്ഷങ്ങൾ കോടികൾ പറഞ്ഞ് ഒഴുകി പോകുന്നത്. അതെ അതെ ഇതിന് എനിക്ക് വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ തോന്നുന്നത്, പല കുടുംബങ്ങളും ഇതൊരു പ്രൈഡിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഗ്രൂമിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മാതാപിതാക്കളോ അവരുടെ ഫാമിലിയോ ഇത്ര രൂപ സ്ത്രീധനം വാങ്ങിയിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ എത്രയാണോ തുക അല്ലെങ്കിൽ സ്ഥലം, കുറെ സ്വർണം എന്നുള്ളത് ആളുകളുടെ മുന്നിൽ പറയാനായിട്ട് അവരുടെ സ്റ്റേറ്റസിനെ കാണിക്കുന്നതിന് വേണ്ടി. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. അപ്പൊ അവളുടെ കുടുംബം അവൾ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ, സ്വാഭാവികം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, എന്നാലും കുറെ അധികം സ്വർണവും സ്ഥലവും ഒക്കെ കൊടുത്തിട്ടാണ് ആ വിവാഹം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവളുടെ പാർട്ട്ണറുടെ ഫാമിലിയിൽ നിന്ന് വന്നൊരു റെസ്പോൺസ് ആണ്, ശരിക്കും ഞങ്ങളുടെ സ്റ്റേറ്റസിൽ ഇതിലും കുറച്ചും കൂടിയും കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. അപ്പൊ ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഉള്ളത് ഒന്നും അല്ലാതെ അത് കൂടുതൽ തുകയും കൂടുതൽ തന്നെന്നുള്ളത് പറഞ്ഞാലും മതി. പറച്ചില് കേട്ടാ പോലും അവർ ജയിലിൽ പോണം. അത് ഇതൊന്നും നമുക്കൊരു കോമൺ സെൻസിന്റെ ഭാഗം പോലും ആവുന്നില്ല. ഈ പ്രൈഡ് കോമൺ സെൻസിനെ പോലും വിഴുങ്ങി തിന്നുന്നുള്ളതിന്റെ ഭീകരാവസ്ഥയാണ്. ശരിക്കും ഞാൻ ബൈബിൾ ഓർക്കുവാൻ പ്രഭാഷകൻ 36:24 ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവന്റെ തുണയും താങ്ങും അവൻ തന്നെ. ശരിക്കും ഇവിടെ ഈ ഭാര്യ സമ്പത്ത് അല്ലെങ്കിൽ ഭർത്താവ് സമ്പത്ത് ചിന്ത പോലും വരുന്നില്ല. നമ്മൾക്ക് ശരിക്കും വിവാഹ കമ്പോളത്തിന്റെ ഒരു നിലവാരം, ഞാൻ ആ ടെർമിനോളജി ഐ എം സോറി ടു യൂസ് ദാറ്റ്. പക്ഷെ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒരു കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ആദ്യം തുടങ്ങുന്നത് തന്നെ? ഒരു പെണ്ണിന്റെയോ ചെറുക്കന്റെയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മീയതയോ അല്ലെങ്കിൽ അതൊക്കെ നോക്കാതെ ജോലി, വീട്, പിന്നെ നമ്മൾ പറയുന്ന കുടുംബ പാരമ്പര്യം, അതിനെയൊക്കെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഈ എൻ്റെ പേരെന്നാ എത്ര കൊടുക്കും, എത്ര സ്വർണം, അതൊക്കെ എന്തൊരു വലിയൊരു തിന്മ വീണ്ടും തിന്മയെ ജനിപ്പിക്കുന്നു പറയത്തില്ലേ? സഭാപ്രസംഗൻ 5:10 ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. വീണ്ടും ഹെബ്രായരുടെ ലേഖനത്തില് 13:5 പറയുന്നു, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ശരിക്ക് ഇതൊരു സീരീസ് ഓഫ് സിന്ന് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടല്ലോ, സീരീസ് ഓഫ് സിന്ന്. അതായത് ഈ പണം, സ്വർണം, സ്ഥലം, എല്ലാ യുദ്ധവും ഉണ്ടായിരിക്കുന്നത് ഈ മഞ്ഞലോഹത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും ഒക്കെ തന്നെയാണല്ലോ. എന്തോരം കുടുംബങ്ങൾ യുദ്ധവും എന്തോരം കുടുംബങ്ങളും മരണവും ഉണ്ടാവുന്നു. ശരിക്കും ഇത് സീരീസ് ഓഫ് സിന്ന് ശരിക്കും എന്ത് പ്ലേ ചെയ്യുന്നില്ല. അത് പിന്നെ പ്രൈഡിൽ നിന്ന് ആസക്തി, ദ്രവ്യാസക്തി, ഈ ആസക്തികളെല്ലാം തിന്മയുടെ ചിന്തകളിലാണ് വിവാഹബന്ധത്തിന്റെ ആലോചനകൾ തുടങ്ങുന്നെങ്കിൽ ഐ തിങ്ക് അതൊരിക്കലും ഒരു കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന പറഞ്ഞില്ല. ഈ ഡീല് പ്രോഫിറ്റബിൾ ആണെന്നാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കൊണോട്ടേഷൻ വന്നാൽ തന്നെ ദൈവം ചെയ്ത് ഈ പെൺകുട്ടികൾക്ക് ഒന്ന് പറയാനുള്ള ആർജവത്വം ഉണ്ടാവണം. പണം ഡിസ്കഷൻ വന്നിട്ടുണ്ടോ അതിനോട് നോ പറയണം. കാരണം പണം ഡിസ്കഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് തിന്മയാണ്. ഈ ആസക്തികളെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് അവസാനം അതൊരു തിന്മയെ മാത്രമേ ജനിപ്പിക്കത്തുള്ളൂ. എത്ര മനോഹരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടേണ്ട ഒരു കുടുംബം, ഗാർഹിക സഭ സ്വർഗത്തിന്റെ, ചാവറാച്ചനൊക്കെ പറയുന്ന ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും സ്വർഗത്തിന്റെ സാദൃശ്യങ്ങളാണെന്നാണ്. ഇത്രയും ഹൈയിൽ നിൽക്കേണ്ട സാധനത്തെ നമ്മൾ ഈ കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ മൊത്തത്തിൽ ഈ സാത്താൻ കയറി ഇറങ്ങി നടക്കാനായിട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുക. ഈവിൾ ഉറപ്പായിട്ട് ഈവിളിൽ തന്നെ പെറ്റുവരും. അച്ഛാ, സ്ത്രീധനത്തിന്റെ നമ്മൾ ഈ സെഷൻ തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ കുറച്ച് ഫിഗേഴ്സാണ് വായിക്കുന്നത്. അപ്പം നമുക്ക് അപ്പം തന്നെ മനസ്സിലാകും സ്ത്രീധനം എന്ന് പറഞ്ഞ ഈ ഒറ്റ കാര്യം കൊണ്ട് നന്മയിലധികമായിട്ട് തിന്മയാണ് ഉണ്ടായിരിക്കുന്നുള്ള കാര്യം. കാരണം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുന്നു, വളരെയേറെ മരണങ്ങളും ആത്മഹത്യകളും സംഭവിക്കുന്നു.
പീഡനങ്ങൾ ഉണ്ടാകുന്നു, കുടുംബങ്ങൾ തകരുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒറിജിനൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ റിയാലിറ്റി കാണണമല്ലോ. ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ കുറെ അധികം പുറത്തേക്ക് വന്നെന്ന് തന്നെ പറയാനും പറ്റും. പേറ്റേക്കൽ സൊസൈറ്റിയിൽ കൃത്യമായിട്ട് അന്ന് ആണ് മാത്രം ജോലിക്ക് പോകുന്നുള്ളായിരുന്നു. അതെ അതെ അതെ. അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തുകയായിട്ട് വരുന്നത് ആണൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന നിലയിലാണ് ഡെഫിനറ്റ്ലി ആദ്യം വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ. കാരണം അന്ന് നമ്മുടെ ഈ പിതൃസ്വത്തിൽ പെണ്ണുങ്ങൾക്ക് അവകാശം ഉണ്ടാകും. ഇപ്പൊ അങ്ങനെ നിയമമൊക്കെ മാറില്ല. ഇപ്പൊ ഈക്വലായിട്ട് കൊടുക്കണമെന്ന് നിയമമൊക്കെ ഉണ്ട്. അന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് വരികയാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ. അതൊരു കോമൺ സെൻസിന്റെ ഭാഗമാണ്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ വേറെ സ്റ്റേറ്റിൽ നിൽക്കുമ്പോ പെണ്ണും ഈക്വലി ബ്രെഡ് വിന്നർ ആണ്, ഈക്വലി ജോലി ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ കൂടുതലായിട്ട് പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോ ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ട് പ്രസക്തിയില്ലാത്ത സമയം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഒരു 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 കോമൺ സൈക്യം ഉണ്ടെന്ന് തോന്നുന്നത്. അതായത് ഇത് കിട്ടേണ്ട സാധനമാണ് വേണമെന്ന് എപ്പോഴോ ഇത് പിള്ളേരുടെ മനസ്സിലുൾപ്പെടെ കയറിപ്പോയി, ആൺകുട്ടികളുടെ മനസ്സിലുൾപ്പെടെ കയറിപ്പോയി. അതൊരു റോങ് ആറ്റിറ്റ്യൂഡ്. ഇത് കിട്ടിയിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. വിവാഹത്തിന് ഇപ്പൊ വീടൊന്നും നന്നാക്കണം കല്യാണത്തിന് മുമ്പ്, അല്ലെങ്കിൽ വണ്ടി മേടിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ ഈ കല്യാണ ചെലവുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓമനപ്പേരിട്ട് ഇതൊക്കെ വേണം. അപ്പോഴാണ് ഒരു പ്രശ്നം. ഇതൊന്നും പേഴ്സണലി സെറ്റ് ആവാത്ത ഒരാള് എങ്ങനെയാണ് കല്യാണത്തിന് പ്രവേശിക്കാൻ പ്രിപ്പയർ ആക്കുന്നത്? ഇപ്പോ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്, കൊണ്ടുവരുമ്പോൾ റെസ്പോൺസിബിൾ, അത് ആ റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യാൻ പറ്റാത്ത ഒരാള് വിവാഹം എന്ന വലിയൊരു വീട്ടിലേക്ക് എങ്ങനെ പ്രവേശിക്കും? അല്ല, അതില് എനിക്കൊന്ന് തോന്നുന്നത് ഇപ്പോ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവർ റെസ്പോൺസിബിലിറ്റി, അവരുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അവർ ലൈഫ് ഷെയർ ചെയ്യുന്ന ആളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും റെസ്പോൺസിബിലിറ്റി ഷെയർ അത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരു പോയിന്റിലല്ലേ നമ്മൾ വിവാഹം കഴിക്കാനായിട്ട് നമ്മൾ റെഡി എന്ന് പറയുന്നത്. ഇത് ആ ഒരു കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതെ ഓക്കെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും സ്ത്രീധനമായി കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, അത് മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഈ വിദേശങ്ങളിലൊക്കെ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസുമാരുടെ ഒക്കെ വലിയൊരു കണ്ടന്റ് ആണ് ഇന്ത്യയിലെ ഡൗറി സിസ്റ്റം, നമ്മുടെ കല്യാണ ആഘോഷങ്ങളൊക്കെ. അപ്പൊ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു കല്യാണം മനിലയിലായിരുന്നപ്പോഴത്തേക്ക് ബ്ലസ് ചെയ്തു. അപ്പോഴത്തേക്ക് അവര് ഈ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഈ അച്ഛനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഈ കല്യാണത്തിന് തിരക്കിൽ നമുക്ക് മിണ്ടാനും പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വേറെ ദിവസം എന്നെ കാണാൻ വന്നു. അവരുടെ പുറത്തൊരു ഹോട്ടലിൽ പോയി ഞാൻ സംസാരിക്കും. എൻ്റെ പുള്ളി പറയാണ്, അച്ഛാ എനിക്കിപ്പോൾ 38 years ആയി, ഇവക്ക് 36 ആയി. ഞങ്ങൾ എന്തുകൊണ്ട് ലേറ്റ് ആയെന്നറിയാമോ? ഞങ്ങൾ വല്ല ഇന്ത്യയിലൊക്കെയാണ് ഞാൻ 27-ാം വയസ്സിൽ കെട്ടി, അത് 24-ാം വയസ്സിൽ കെട്ടി, എനിക്ക് 3-4 കുഞ്ഞുങ്ങളായിട്ട് ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട സമയമാണ്. ഞാൻ ചമ്മിപ്പോയി. അവൻ പറഞ്ഞതാണ് സാധാരണ ഇന്ത്യയിലൊക്കെ അവർക്ക് അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലൊക്കെ അങ്ങനെയാണല്ലോ, കെട്ടുമ്പോഴത്തേക്ക് ജീവിക്കാനുള്ള വീടും കണ്ടിയും സാധനങ്ങളൊക്കെ പെണ്ണും വീട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാനാണ് പണ്ടേ സെറ്റിൽ ആവേണ്ടവരാണ്. ഇതിപ്പോ ഞാനൊരു ചെറിയ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടിയും ഒരു ചെറിയ വണ്ടി ഒപ്പിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ഒറ്റക്കാലം നിന്നിട്ട് അതെ അതെ അവർ 10 വർഷം ചെലവഴിക്കേണ്ടി വന്നു. അവർ ആ വർഷം കഴിഞ്ഞിട്ട് ഈ റെസ്പോൺസിബിലിറ്റി കയറാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ഡിഫോൾട്ട് പോലെ പോരട്ടെ എന്ന് പറഞ്ഞു വെച്ചിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി ഇപ്പൊ നോക്കുകയാണെങ്കിൽ വുമൺ ആർ എക്വിപ്ഡ് മോർ ദാൻ മെൻ. നമ്മളിപ്പം അത് വേറൊരു ഓവർ ക്വാളിഫൈഡ് ആണ്. വേറൊരു കാര്യമാണ്, വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ എന്തായി, നമ്മളിപ്പം ഇപ്പൊ ഓവർ ക്വാളിഫൈഡ് ഉള്ള വുമൺ അവർ വേറൊരു സെഗ്മെന്റിലുള്ള ആൾക്കാരെ പരിഗണിക്കത്തുള്ളൂ. അതിനകത്ത് അതായത് നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ പെൺകുട്ടി ഓവർ ക്വാളിഫൈഡ് ആയിട്ടും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഹൈ സാലറി മേടിച്ചിട്ടും അവൾക്ക് ഹൈ ആയിട്ടുള്ള ഡൗറി ചോദിക്കുന്നു എന്നുള്ളത്. അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡൗറിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷെ അതിന്റെ അപകടമാണ് ഇപ്പൊ മോസ് പറഞ്ഞത്. ഇത് ഡൗറി ചോദിക്കുന്നത് മാത്രമല്ല, അങ്ങനെയുള്ളവരെ അവർ പരിഗണിക്കുന്നുള്ളൂ. നമുക്കൊരു ബോയ്സിനെ അല്ലെങ്കിൽ ബോയ്സിന്റെ വീടിനെ മാത്രം നമുക്കൊരു സൈഡിൽ പ്രതിക്കൂട്ടി കയറ്റി നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ സ്ത്രീധനം എന്നുള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ ഈ സോഷ്യൽ പ്രഷറിനൊപ്പം തന്നെ ഫാമിലിയും കൂടി പാമ്പർ ചെയ്യുന്നുണ്ട്, പെണ്ണിന്റെ ഫാമിലിയും കൂടി. ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഇപ്പൊ തോന്നിയൊരു കാര്യമാണ് മാട്രിമോണിയൽ സൈറ്റ്സ് എന്നുള്ള കാര്യം. കാരണം ഇതിനെ എന്തുമാത്രം, കാരണം ഈ ഇടയ്ക്കാണൊരു ലോ വന്നിട്ടായിരുന്നു നമ്മള് കളർ എന്ന് പറഞ്ഞ കാര്യം, കോംപ്ലക്സിറ്റി ഈ ഇടയ്ക്ക് വെബ്സൈറ്റുകൾ റിമൂവ് ചെയ്തത്. മറ്റെല്ലാ ഫിൽറ്റേഴ്സും ഉണ്ട്. കാരണം ഒരു മാട്രിമോണിയൽ സൈറ്റിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള സെഗ്മെന്റ് നമ്മളൊരു ഫിൽറ്റർ ഇടുവാണ്. നമുക്ക് കിട്ടാമായിരിക്കുന്ന സാധ്യതയുള്ളൊരു വരനെ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഹൈറ്റിന്റെ ഒരു ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ മറ്റേ കൊമേഴ്ഷ്യലൈസ് ചെയ്തതിന്റെ ഏറ്റവും വലിയ ഒരു ബാഡ് സൈഡാണ് ഈ കാണുന്നത്, വിവാഹം പോലത്തെ ഒരു കാര്യം. അപ്പം നമ്മൾ ഒരു മാട്രിമോണിയൽ സൈറ്റ് എക്സാമ്പിൾ എടുക്കുക, അതിൽ എല്ലാ സെഗ്മെന്റും വരുന്നുണ്ട് നമ്മളൊരു വിവാഹത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അത് പക്ഷെ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല ആക്ച്വലി എന്നുള്ള കാര്യം. നമ്മളിപ്പം ഈ ഓരോ പൂവ് എടുത്തിട്ട് 5 ഇതൾ പിരിച്ചു കഴിഞ്ഞാൽ 5 ഇതൾ പിന്നെ പൂ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന കാര്യം പറഞ്ഞ പോലെയാണ്. വിവാഹത്തിന്റെ ഓരോ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് നമുക്ക് വരുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഫിൽട്ടർ ചെയ്യാനായിട്ടോ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ടോ ഇത് സഹായിക്കുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക്
ഒരു വിവാഹ ബന്ധത്തിൽ അല്ലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ, അതായത് രണ്ടുപേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന പറഞ്ഞ ആ വളരെ ലളിതമായിട്ടുള്ളൊരു നിർവചനമുണ്ടല്ലോ വിവാഹത്തിന്റെ. നമ്മള് അതിന് ഒട്ടും വരില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ബൈബിളിലൊക്കെ വായിച്ചു തുടങ്ങുന്നത് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു, അവർ ഒന്നിച്ചൊരു കുടുംബം ആരംഭിച്ചെന്നൊക്കെ അവന് ചേർന്ന് ദൈവം നൽകി. അതെ അതെ അതെ, ചേർന്ന് ഇണയെ നൽകി. Exactly. അതിനകത്ത് വേറെ ഇതൊന്നും ഇല്ല, ആഡ് ഓൺസ് ഒന്നും ഇല്ലായിരുന്നു, സഫിക്സും പ്രിഫിക്സ് ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ പറഞ്ഞ് മനുഷ്യജീവിതം കോംപ്ലിക്കേറ്റഡ് ആയി. മനുഷ്യൻ എന്നുള്ള നിർവചനം മാത്രമേ അദ്ദേഹം കൊടുക്കുന്നത് ചേർന്ന് ഇണയെന്ന് പറഞ്ഞതിനകത്ത്. അപ്പോ അതിലേക്ക്, ആ സിംപ്ലിസിറ്റിയിലേക്കും ആ വിശുദ്ധത്തിലേക്കും തിരിച്ച് നമുക്ക് വരണം. ശരിക്കും ഈ വിവാഹം ആഘോഷം എവിടെ തുടങ്ങിയാലും നമ്മൾ ലാസ്റ്റ് വരുന്ന വാക്ക് ഇതാണ്, സിംപ്ലിസിറ്റി. അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീക്ഷ്ണമായിട്ട് ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ഈ പറഞ്ഞതെല്ലാം കേട്ടോണ്ടിരിക്കുന്നവർക്ക് തോന്നുമായിരിക്കും ഒരു പക്ഷേ ഇത് നമ്മൾ ഈ ഒരു സ്ത്രീധനം എന്നൊരു സാധനത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നു. സ്ത്രീക്കും പ്രശ്നമില്ല, തരത്തിലും പ്രശ്നമില്ല, ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നമാവുന്നത്. നമുക്ക് എത്ര കുളിപ്പിച്ചാലും ഒരു രീതിയിൽ ന്യായീകരിക്കപ്പെടാൻ പറ്റാത്തൊരു ഈവിള് തന്നെയാണ് സ്ത്രീധനം. പക്ഷേ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഈ കപ്പിൾസിന് നമുക്ക് പറയണേ ഇപ്പൊ ചെറുക്കണ് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ കിട്ടുന്ന ചില ഹെൽപ്പുകളുടെ ഏരിയുണ്ട്. അതാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു പുതിയ കുടുംബം ആരംഭിക്കുന്നു, ചിലപ്പോൾ മിക്കവാറും ഇപ്പോഴാണെങ്കിൽ അവർ മാറി താമസിക്കുന്നു, അവർക്കെല്ലാം പുതുതായിട്ട് തുടങ്ങേണ്ടി വരുന്നു. ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പിന്റെ ഏരിയ ഉണ്ട്, വലിയൊരു ഫൈനാൻഷ്യൽ. ഇത് വിവാഹമാണെങ്കിൽ പോലും ഒരുമിച്ച് നടത്താൻ തീരുമാനിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ചെലവുകളൊക്കെ ഒരുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ പുതിയ വീട് മാറുന്നു, വണ്ടി, പല കാര്യങ്ങളും ഇൻവോൾവ് ആണല്ലോ. ഇതിനകത്ത് എല്ലാത്തിനകത്തും രണ്ട് ഫാമിലിക്കും കൂടി ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട്. ഈ സമയത്ത് മാത്രമല്ല, ഫ്യൂച്ചറിൽ എപ്പോഴും. അത് തന്നെ രസകരമായ കാര്യം. നമ്മൾ ഭയങ്കര റൊമാൻറ്റിസൈസ് പറയാറുണ്ടല്ലോ, കുടുംബം വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇതാണ് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ സംഭവിക്കപ്പെടേണ്ടത്. കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത്. അതിൽ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിലൊരു മാൻഡേറ്ററി ആയിട്ട് ഇത് ഇങ്ങനെ വേണം എന്ന നിർബന്ധ ബുദ്ധി കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതല്ലാതെ ഡിമാൻഡ് ചെയ്യാതിരിക്കുക. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരു കുടുംബം ആയിട്ട് മാറുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടെ ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്തി രണ്ട് അതായത് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വ്യക്തികളും അവരുടെ ഫാമിലിയും അവരാൽ പറ്റുന്ന രീതിയിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാരണം ആ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധത്തിന്റെ പേരിലല്ല, ആ ഒരു ഫാമിലി ബെറ്റർ ആവുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മളുടെ ഒരു ഗോള്. അപ്പൊ ആ ഒരു കോസിലേക്ക് വരുമ്പോൾ ഇതിനെ ഇതിനൊരു ബ്യൂട്ടി ഉണ്ടാവുന്നുണ്ട്. അത് ആ രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്നതും ആ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും കാരണമാവും. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. GK ചെസ്റ്റേട്ടൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട റൈറ്റർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കാനനൈസ് ചെയ്യപ്പെടാൻ പോവാന്നാണ് ഞാൻ കേട്ടത്. ചെസ്റ്റേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഒരു ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരു യുവാവും യുവതിയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്, അതായത് സൊസൈറ്റി ചെയ്യേണ്ട കാര്യം ടു മേക്ക് ഷുവർ ദാറ്റ് ഹീസ് ഗോട്ട് എ ജോബ്. മനസ്സിലായോ? അതായത് അവർക്കൊരു വീട്, അവർക്ക് ആ കുടുംബം പുലർത്താനുള്ള എല്ലാം സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നൊരു, അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടൊരു സാഹചര്യം. അങ്ങനെയൊക്കെ നമുക്ക് ആദർശം പറയുന്ന അത് സ്വപ്നം കാണാനും പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഡ്രീം ചെയ്യാണ്. അങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഈവൻ നാട് പോലും റിയാലിറ്റി ആയിട്ടുള്ള കാര്യം അത്. കാരണം നമുക്ക് ഒരു നാടിന്റെ പാട്ടാണല്ലോ ഒരു യുവതി യുവാവ് എന്ന് പറയുന്നത്. അവരൊരുമിച്ച് ഒരു കുടുംബമായിട്ട് വെൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് മാറുക എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ നീരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ചിന്റെ ആവശ്യമായിരിക്കണം. എന്നിട്ട് ഈ ഒരു സൊസൈറ്റി ചർച്ച് ഇതെല്ലാം പറയുന്നിടത്താണ് ഈ ഈവിള് ഭയങ്കര സുഖകരമായിട്ട് ഇഴഞ്ഞിഴഞ്ഞങ്ങ് പോകുന്നത്. ഇത്രയും അപകടങ്ങളും കൊലപാതകങ്ങളും മാൻ ഹാൻഡ്ലിങ്ങും എന്തൊരു സിറ്റുവേഷൻ ആണ്. ഒരു പണത്തിന്റെ പേരില് അത് 1-2 ദിവസമൊന്നും അല്ലല്ലോ, വർഷങ്ങളോളം മാസങ്ങളോളം 10-20 വർഷം കഴിഞ്ഞിട്ട് പോലും ഇത് സെയിം സിറ്റുവേഷന്റെ പേരിൽ തന്നെ ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിക്കും GK ചെസ്റ്റേട്ടൻ പറഞ്ഞതൊക്കെ നമുക്കിങ്ങനെ തലയ്ക്ക് മേളിൽ കൂടി പോകുന്ന അവസ്ഥ നമ്മളിപ്പോ നിൽക്കുന്നത്. സമൂഹം പോയിട്ട് നമുക്ക് ചർച്ചിന് പോലും അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു എന്താ പറയാ, ഒരു അവസാനമാക്കുന്ന രീതിയിലല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ആസ് കാത്തലിക്സ് നമ്മൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മൾക്കൊരു നമ്മളുടെ ലൈഫിൽ മാത്രമേ നമുക്കതിലൊരു പ്രവൃത്തിയിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ യങ്സ്റ്റേഴ്സിന് അങ്ങനെ ഒരു അവബോധം കൊടുക്കുക, അത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും. ഇതൊരു ഈവിളാണ് എന്നുള്ള ഒരു ബോധ്യം, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു പണം കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ആർജവത്തോടു കൂടി അത് പറ്റില്ല എന്ന് പറയാനും, അതിനേക്കാളും അവരുടെ സെൽഫ് എസ്റ്റീമിനും
അവർക്ക് തന്നെയും ഒരു വേർത്ത് കൊടുക്കാനുമുള്ള ഒരു ധൈര്യം ഇവർക്ക് കൊടുക്കണം. അല്ലാതെ ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അങ്ങനത്തെ ഒരു അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവർക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പം അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഫാമിലിക്ക് ഉത്തരവാദിത്തമുണ്ട്, അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉത്തരവാദിത്തമുണ്ട്, ചർച്ചിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പം അതിൽ നമുക്ക് കൂടുതൽ എന്നാലാണ് അതൊരു ഗ്രൗണ്ട് ലെവലിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയുള്ളൂ. അപ്പം അതിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു ഈവിളാന്ന് പറഞ്ഞ് കംപ്ലീറ്റ് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോംസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. നമുക്ക് ഓരോ ജീവിതവും വളരെ ഡിഫറെൻ്റ് ആണ്. പ്രൂഡൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ആലോചിച്ചു, നമുക്ക് സമയം പൂർത്തിയാവുന്നതുകൊണ്ട് പതുക്കെ സംസാരിച്ച് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് അതിന് ചർച്ച് ടീച്ചിങ്സ് ഇല്ലാത്ത ഞാൻ ആലോചിക്കുമായിരുന്നേ. ചർച്ച് ടീച്ചിങ്സ് ഇല്ലാത്ത കാര്യം ഇത് നമ്മുടെ ഈ നാട്ടിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ആഗോള സഭയിൽ ഇത് ഇഷ്യൂ ആവുന്നില്ല. ഇതൊരു ഇപ്പോൾ അബോർഷനെ പറ്റിയോ അല്ലെങ്കിൽ യൂത്തനേസിയെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി, LGBT എല്ലാത്തിനും വേണ്ടി ചർച്ച അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു ഗ്ലോബൽ ലെവലിൽ അഡ്രസ്സ് വന്നിട്ടില്ല. കാരണം ഇത് നമ്മുടെ ഒരു കസ്റ്റത്തിൽ മാത്രം, നമ്മുടെ കൾച്ചറിൽ മാത്രം ഇവോൾവ് ചെയ്ത് വന്നിട്ട് അത് ശരിക്കും ഒരു ഗോസ്പൽ ഒരു കൾച്ചറിലേക്ക് വന്നിട്ട് ആ കൾച്ചറിനെ പ്യൂരിഫൈ ചെയ്ത ഇൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ കൂടെ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റാതെ നമ്മൾ അതിലേക്ക് കൂടി ചേർത്ത് പിടിച്ച് നമ്മളിവിടെ ഈവിൾ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയായി പോയി. നമുക്ക് പക്ഷേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി. നമ്മൾ ഈ പള്ളികളിലേക്ക് മദ്യവിരുദ്ധ സമിതി എന്നൊക്കെ സംഘടില്ലേ, അതുപോലെ ശരിക്കും തോന്നുന്നു ഇത് ഈ ഒരു ആന്റി ഡൗറി ഒരു സെല്ലൊക്കെ നല്ലതാണ്. ഇത് ലോറ നേരത്തെ പറഞ്ഞ യു സെഡ് ഇറ്റ് റൈറ്റ്ലി. അതായത് ചെറുപ്പം മുതൽ പിള്ളേർക്ക് സൺഡേ സ്കൂളിലൊക്കെ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങണം. ഇതുപോലത്തെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ, വിവാഹ ജീവിതത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ, മക്കളെ വളർത്തുന്ന കാര്യങ്ങൾ, ഈ ഡൗറി പോലത്തെ ഈവിളുകൾ, സോഷ്യൽ ഈവിളിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് വേറെ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങണം. നമ്മുടെ യൂത്ത് ഫോറത്തിലൊക്കെ, നമ്മുടെ ഈ യൂത്ത് മീറ്റിങ്ങുകളിലൊക്കെ ഇതൊക്കെ ഡിബേറ്റ് ചെയ്യിക്കണം. അപ്പോൾ ഇതൊക്കെ ശരിക്ക് നമ്മുടെ ഇടവകളിലൊക്കെ ഒന്ന് സംസാരിച്ച് യുവജനങ്ങളൊക്കെ ശരിക്കും ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ഇത് മോഡലാവും പുറത്ത്. ഇത് പുറത്ത് ഇപ്പോൾ ഒരു 10 പേര് ഇങ്ങനെ കല്യാണം ചെയ്ത് വൈറലാവുന്ന ഉറപ്പാണ്. സ്റ്റാൻഡ് എടുത്തിട്ട് എന്തൊക്കെ പ്രതിജ്ഞകൾ നമ്മൾ ചെയ്യുന്നു. ഒരു വർഷത്തെ എത്ര പ്രതിജ്ഞകൾ നമ്മൾ യൂത്തിനെ കൊണ്ട് പള്ളിയിലൊക്കെ തന്നെ എടുപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇതുപോലത്തെ ബാല്യം മുതൽ ഇതുപോലെ ചില കുഞ്ഞു കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ട്രെൻഡാക്കി മാറ്റണം. അതെ, ഇതാണ് സ്റ്റാറ്റസ് എന്നുള്ള രീതിയിലേക്ക് എക്സാക്ട്ലി കൊടുക്കുന്നതല്ല, ഇത്ര കൊടുത്തല്ല, ഒന്നും കൊടുത്തില്ല, ഒന്നും മേടിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇനി ഒരു പ്രൈഡായിട്ട് പറയാൻ പറ്റേണ്ട ഒരു കാര്യം. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ഈ ചർച്ചകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും കാത്തോലിസിസം ഒരു ലൈഫ് സ്റ്റൈൽ, അതൊരു പുതിയ വഴി എന്നുള്ളതായിരുന്നല്ലോ. ശരിക്കും നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരു തീക്ഷ്ണതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിച്ച് ഒരു പുതിയ വഴി നടക്കാനുള്ള, അതുപോലെ തന്നെ ഈ ഈവിളായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഉറപ്പായിട്ടും പണം ഇൻവോൾവ്മെന്റ് ആവുന്ന കല്യാണ ആലോചനകൾക്ക് നോ പറയാനുള്ള ധൈര്യം ഉറപ്പായിട്ട് പെണ്ണും വീട്ടുകാരും ചെറുക്കനും അവരെല്ലാവരും. കാരണം അവിടെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ദൈവ പരിപാലനയിൽ ആശ്രയിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. ഇതിന് നോ പറഞ്ഞാൽ എവിടെ പോകുന്ന പ്രശ്നമുണ്ടല്ലോ. ഞാനിതിന് പബ്ലിക്കായിട്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടത്തി. അവിടെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ, കർത്താവിലുള്ള എൻ്റെ ദൈവ പരിപാലനയുള്ള ആശ്രയത്തിൽ ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഏരിയയാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പണം മാത്രമല്ല, പിന്നെ ഇതിൻ്റെ പണവുമായിട്ട് ബന്ധപ്പെട്ട ദ്രവ്യാസക്തിയിൽ ബന്ധപ്പെട്ട ഈവിളുകൾ കണക്റ്റഡ് ആണ്. അതങ്ങ് കൊലപാതകം വരെ എത്തുന്നത്, ആത്മഹത്യയും കൊലപാതകം എത്തുന്നത് വലിയൊരു ഈവിളിനെയാണ്. ഇത് ശരിക്കും കഴിയണമെങ്കിൽ നമ്മൾ ശക്തമായിട്ടൊരു പ്രാർത്ഥനയും അതുപോലെ തന്നെ വളരെ ബോധപൂർവമായ പ്രവർത്തനം വേണം. സഭയിലാവട്ടെ തുടക്കം, എന്നിട്ട് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് ചേർന്ന്. കർത്താവായ ഈശോയെ, ഞങ്ങൾ നിന്ന കുടുംബം എന്ന വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു. വിവാഹം എന്ന കൂദാശയോർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് 2 പേർ ചേർന്ന് ഒന്നാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മഹത്വം, അവർ നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു വിളി, ആ ഒരു വലിയ മഹത്വത്തോർത്ത് നന്ദി പറയുന്നു. പക്ഷേ ഈ മഹത്വത്തെയും വിളിയൊക്കെ എത്രയോ തകർത്ത് കളയുന്ന കാര്യമാണ് ഈ പണം ഇൻവോൾവ് ആവുന്ന അല്ലെങ്കിൽ കമ്മോഡിറ്റിയായി മാറുന്ന വില പറയപ്പെടുന്ന അവസ്ഥകൾ. ഈശോയെ, ഈ തിന്മകൾ മാറ്റിവെക്കാനുള്ള വലിയ ധൈര്യം ഞങ്ങളുടെ സമൂഹത്തിന് നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വെട്ടം നൽകണമേ. അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്ത് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനുള്ള, അവർ വാദിക്കുവാനുള്ള പ്രവാചകത്വം കൊടുത്ത പോലെ ഈ ഒരു തലമുറയ്ക്ക് അങ്ങ് പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുക്കണമേ. അങ്ങനെ യുവജനങ്ങൾ കൃത്യമായിട്ട് നിലപാടുകൾ എടുത്ത് മുൻപോട്ട് പോയി നിന്റെ തിരുസഭയെ നയിക്കട്ടെ. ആ ഒരു സുവിശേഷത്തിന്റെ പരിമളം, സ്നേഹത്തിന്റെ പരിമളം, സിംപ്ലിസിറ്റിയുടെ പരിമളം പരക്കട്ടെ. വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ എല്ലാ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ ഒരു ധൈര്യത്തിന്റെ ആത്മാവിനെ, വിവേകത്തിന്റെ ആത്മാവിനെ ശക്തമായിട്ട് അയച്ചു കൊടുക്കണമേ. ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സ്ത്രീധനമൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഓർത്ത് ബുദ്ധിമുട്ടുന്ന അനേകം മാതാപിതാക്കളുണ്ട്. തമ്പുരാനെ, അവർക്കൊക്കെ നീ വലിയ ആശ്വാസം കൊടുക്കണം, വെട്ടം കൊടുക്കണമേ, ധൈര്യം കൊടുക്കണമേ. നിന്നിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ശക്തനായ ഒരു ദൈവം അവർക്കുണ്ട് എന്ന ബോധ്യം അവർക്ക് കൊടുക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ,
നിങ്ങൾ രണ്ടുപേരുടെയും പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.